നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. നെക്സ്റ്റ് നമുക്ക് ഒരു മസ്ലിൻ പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇതിലേക്ക് വൺ സൈഡ് ബോർഡർ ഉണ്ട്. ഇതാ വൺ സൈഡ് ഫിനിഷ്ഡ് ആയിട്ട് ഇങ്ങനെ വന്നു, ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരുന്നു വിത്ത് വർക്കോട് കൂടിയിട്ട്. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ലെഹങ്കയോ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ ചുരിദാറിൻ്റെ റണ്ണിങ് മെറ്റീരിയലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പെർ മീറ്റർ വരുന്നത് 296 ആണ്. 44 ഇഞ്ച് വീതിയാണ് വരണേ. അപ്പം നല്ല ലെങ്ത്തിലേക്കാണ് നമ്മളൊരു ടോപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റ് യോക്കിൻ്റെ പോർഷനിലേക്ക് ഒരു 4 ഇഞ്ച് ജോയിൻ്റ് ആക്കിയിട്ട് നമുക്ക് ലെങ്ത്തിനെ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് വരുമ്പോഴേക്കും ഒണിയൻ കളറ്, വൺ സൈഡ് നല്ല ജെറി വർക്ക് വരുന്നുണ്ട്. സാരി ആയിട്ടൊക്കെ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റായ സാരി ആയിട്ട് പോയാൽ മതി. പൗഡർ ബ്ലൂ, ഇത് വരുമ്പോഴേക്കും നല്ല ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ വരുന്നത് ഗ്രീൻ, നല്ല ലാവൻഡർ, ഇത് ബ്ലൂ. ഒരു മാമോദീസ ഫംഗ്ഷനൊക്കെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാൻസി സാരിയുടെ അധികം ഒട്ടിയും കെടുക്കുകയില്ല. ഇത് മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ്, ഒരു കൂൾ എഫക്റ്റൊക്കെ തരുന്ന തരത്തിലുള്ള റണ്ണിങ് മെറ്റീരിയൽസാണ്. നെക്സ്റ്റ് ഒരു റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ഓൾ ഓവർ വർക്ക് വന്നിട്ട് ഓൾ ഓവർ ബോഡി പാർട്ടിലേക്ക് ചാർക്കോൾ ആ ഒരു എംബ്രോയ്ഡറി പോലെ ഇങ്ങനെ വന്നു. ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് റേഞ്ച് വരുന്ന 256 ആണ്. 44 ഇഞ്ച് വീതിയാണ് വരണേ. ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെ അരികിലേക്ക് എന്തെങ്കിലും ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൈപ്പിംഗ് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്കാലോപ്പ് എടുക്കാം. അങ്ങനെ 5.5 മീറ്റർ സാരി ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ആ ഒരു മസ്ലിൻ ആ ഒരു മെറ്റീരിയലാണ്. ഇതാ രണ്ട് ബർഗണ്ടി കളറ്, അതുപോലെ ഇത് ഹോട്ട് റാണി, റെഡ് റാണി, നല്ല അടിപൊളി കളറാണ് റെഡ് റാണി. ഇത് ലാവൻഡർ. വീണ്ടും നമുക്കൊരു ബ്ലൂ ഷെയ്ഡ്, നല്ലൊരു ബ്ലൂ ഷെയ്ഡ്, നല്ല പീക്കോക്കിൻ്റെയൊക്കെ ഒരു ഡീപ്പ് ഡൈഡ്. ഒണിയൻ ഗ്രീൻ, ലിറിൽ ഗ്രീൻ. ഒരു പ്രൈസ് റേഞ്ച് കുറഞ്ഞ രീതിയിലേക്ക്, ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരു പാർട്ടി വെയർ ആയിട്ടുള്ളൊരു റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടാണ് നോക്കുന്നതെങ്കിൽ നമുക്കൊരു ചെറിയതായിട്ട് ഒരു സൈഡ് സ്ലിറ്റുള്ള നല്ല ഭംഗിയിലുള്ള ഒരു ടോപ്പ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെയിം മെറ്റീരിയലിൽ, ഇതിൻ്റെയൊക്കെ സെയിം മെറ്റീരിയൽ പ്ലെയിൻ നമുക്കിപ്പം ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ദുപ്പട്ടയും കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റ് ചെയ്യുക. എപ്പോഴും കാണാത്ത രീതിയിലുള്ള കോമൺ അല്ലാത്ത രീതിയിലേക്ക് നമുക്കൊരു ടോപ്പ് സെറ്റ് ചെയ്യാനും അങ്ങനെ വന്നിട്ടുള്ളൊരു കളക്ഷനാണ്.